Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു എഗ് കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ് കട്ട്ലറ്റിന് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചതാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മുട്ടയും പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ച 2 മുട്ടനെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് ചെറുതായി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മുട്ട ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചെറുതായിട്ട് തന്നെ അരിയണം, അല്ലെങ്കിൽ നമുക്കിത് പയ്യെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ് കിട്ടിയില്ല. ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. രണ്ട് മുട്ടയും 3 പൊട്ടറ്റോ ഉണ്ടെങ്കിൽ കുറേ അപ്പം ആവുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അല്ലെങ്കിൽ റസ്കിൻ്റെ ക്രംസ് ആയാലും മതി. ഞാനിവിടെ റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ്. അത് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ നിന്നൊരു കട്ട്ലറ്റ് എടുക്കാം. എന്നിട്ട് മുട്ടയിലേക്ക് മുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കാം. ഇനി എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നല്ല ഫ്രൈ ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ട് സൈഡിലും ഫ്രൈ ആയ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും പണിയിലും വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായമെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.